ഹലോ ഹായ് എല്ലാവർക്കും ലെനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ജനുവരി 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നോക്കുന്നത്. വിത്ത് പിക്ചേഴ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ, ലേൺ ന്യൂ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. Why do I ask you to subscribe? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇയർലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഡേ വാസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ബ്രെയിലി ഡേ? വേൾഡ് ബ്രെയിലി ഡേ എന്നാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വേൾഡ് ബ്രെയിലി ഡേ എന്നാണ് മക്കളെ? അറിയുമായിരിക്കും. ജനുവരി 4 ആണ് വേൾഡ് ബ്രെയിലി ഡേ. ലൂയിസ് ബ്രെയിലിയുടെ ഒരു ഓർമ്മ ദിനമാണ് വേൾഡ് ബ്രെയിലി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഹു ഇൻവെന്റഡ് ബ്രെയിലി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് റീഡിംഗ് സിസ്റ്റം ഫോർ ദ വിഷ്വലി ഇമ്പയർഡ്, അല്ലെ, കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വായിക്കാൻ കഴിയുന്ന ഒരു പുതിയ ടെക്നോളജി. ദാറ്റ് ഇസ് എ വേൾഡ് ബ്രെയിലി ഡേ. 6 dots ആണ്, അല്ലെ. എന്താ പറയാ വേൾഡ് ബ്രെയിലി ഡേനെ കുറിച്ച് പറയുന്നത് എന്താണ്? ദ 6 dots that have changed the lives of millions. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച 6 കുത്തുകൾ. അതാണ് വേൾഡ് ബ്രെയിലി ഡേയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ വിച്ച് ഡേ വാസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ബ്രെയിലി ഡേ? ദ റൈറ്റ് ആൻസർ ഈസ് ജനുവരി 4. ഇനി മറക്കില്ലല്ലോ, ജനുവരി 4 വേൾഡ് ബ്രെയിലി ഡേ. The 6 dots that have changed the lives of millions, അല്ലെ. ഇനി അടുത്ത ചോദ്യമല്ല, നമ്മൾ ജനുവരി 4 എന്ന് പറയുന്നത് വേൾഡ് ബ്രെയിലി ഡേ ആണെന്ന് പറഞ്ഞു. ഓരോ ദിനത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ജനുവരി 1 എന്ന് പറയുന്നത് ന്യൂ ഇയേഴ്സ് ഡേ ആണ്, നമുക്കത് അറിയാം. ജനുവരി 4 വേൾഡ് ബ്രെയിലി ഡേ ആണ്. ജനുവരി 9 എന്ന് പറയുന്നത് പ്രവാസി ഭാരതീയ ദിവസ് ആണ്. ഓക്കെ, പ്രവാസി ഭാരതീയ ദിവസ് ആണ്. ജനുവരി 10 വേൾഡ് ഹിന്ദി ഡേ ആണ്. ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ, അതായത് സ്വാമി വിവേകാനന്ദന്റെ ബർത്ത് ആനിവേഴ്സറി ആണ്. ഏത്? ജനുവരി 12 എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്പീച്ച് ഉണ്ട്, കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്, അല്ലാത്തവർ മരിച്ചവരാണ്. ഇത് ആരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി 12. ഓക്കെ, സോ അടുത്തത് ജനുവരി 15 ഇന്ത്യൻ ആർമി ഡേ ആണ്, അല്ലെ. അവർ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ സുരക്ഷിതരായിട്ട് ഉറങ്ങുന്നത്, അല്ലെ. ഇപ്പൊ ഇന്ത്യൻ ആർമി ഡേ ആണ് ജനുവരി 15 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജനുവരി 23 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തിയാണ് ജനുവരി 23 എന്ന് പറയുന്നത്. ജനുവരി 24 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന് വളരെ അതായത് ജയ് ഹിന്ദ് എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ജയ് ഹിന്ദ് എന്ന് ആദ്യമായി പറഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. പിന്നെന്താണ് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ പറയൂ. അദ്ദേഹത്തിന്റെ സ്പീച്ചൊക്കെ വളരെയധികം പ്രശസ്തമാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്, അല്ലെ. നേതാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്, അല്ലെ. ജനുവരി 24 ആണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന് പറയുന്നത്. 23 അല്ലെ, 24 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആണ്. ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. 26 റിപ്പബ്ലിക് ഡേ ആണ്, അല്ലെ. 77ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് നമ്മളിപ്പോ കഴിഞ്ഞത്. 26 എന്ന് പറയുന്നത്. 27 ഇന്റർനാഷണൽ ഹോളോകോസ്റ്റ് റിമംബറൻസ് ഡേ ആൻഡ് ജനുവരി 30 എന്ന് പറയുന്നത് ഡെത്ത് ആനിവേഴ്സറി ഓഫ് മഹാത്മാഗാന്ധി മെട്രിക്സ് ഡേ. ഓക്കെ, സോ നമ്മൾ ഓരോ ദിവസത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് എ ന്യൂ സ്പീഷീസ് ഓഫ് സ്റ്റാർ ഷേപ്ഡ് ഫ്ലവർ വാസ് ഡിസ്കവേർഡ് ഇൻ നാഗാലാൻഡ്? നാഗാലാൻഡിൽ ഒരു പുതിയ സ്പീഷ്യസ്, അതായത് ഫ്ലവറിന്റെ പുതിയൊരു സ്പീഷ്യസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു പുതിയ സ്പീഷ്യസിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഹൊയാനാഗ്നസിസ് എന്നുള്ള പേരുള്ള ഒരു സ്പീഷ്യസ് ആണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതൊരു വാക്സ് പ്ലാന്റ് ഫാമിലി എന്ന് വന്നതാണ് കേട്ടോ. വാക്സ് പ്ലാന്റ് ഫാമിലി, ഇത് കണ്ടോ, ഇതാണ് വാക്സ് പ്ലാന്റ് ഫാമിലി എന്ന് വന്നതാണ് ഈ ഹൊയാനാഗ്നസിസ് എന്ന് പറയുന്നത്. കേട്ടല്ലോ. ഓക്കെ, അതിന്റെ പിക്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടി ഹൊയ എന്ന് പഠിച്ചാൽ മതി. ഹോയ അല്ലെ. ഹൊയാനാഗ്നസിസ്, which is a new species of star-shaped flower, was discovered in Nagaland. The right answer is ഹൊയാനാഗ്നസിസ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം.
അടുത്ത ചോദ്യം നോക്കാം. വിച്ച് വാസ് റീസെന്റ് ഡിക്ലെയർഡ് ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഫോർ ആൻ ഇന്ത്യൻ ടെറിട്ടറി. ഇന്ത്യൻ ടെറിട്ടറിയിലെ ഒരു ഇന്ത്യൻ ടെറിട്ടറിക്ക് ഛത്തീസ്ഗഡ് ആണ് അതിന്റെ ഒരു ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2026 വർഷം ശ്രദ്ധിക്കണം, വർഷം കൊടുക്കാതെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ 2023 തോന്നുന്നു ഒരു ഇന്ത്യൻ ടെറിട്ടറിക്ക് ഒരു ബട്ടർഫ്ലൈ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് 2023. 26 വീണ്ടും ഒരു ഇന്ത്യൻ ടെറിട്ടറിക്ക് ഒരു ഒഫീഷ്യൽ ബട്ടർഫ്ലൈ വന്നിരിക്കുകയാണ്. അത് ഏത്? ഛത്തീസ്ഗഡിനാണ് വന്നിരിക്കുന്നത്. സ്ട്രൈപ്ഡ് ടൈഗർ. ബട്ടർഫ്ലൈയുടെ പേരാണ് സ്ട്രൈപ്ഡ് ടൈഗർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വരയൻ കടുവ എന്ന് പറയും. അതായത് ആ വര ചിത്രം കൊടുക്കുന്നുണ്ട്, ചിത്രം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ 2023 തന്നെയാണ് ബ്ലൂ പാൻസി വാസ് ഡിക്ലെയർഡ് ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീർ ഇൻ ജൂൺ 2023. ഓക്കെ, അപ്പൊ ജൂണിൽ 2023 തന്നെയാണ് അത് ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇതാണ് സ്ട്രൈപ്ഡ് ടൈഗർ. കണ്ടോ, ഇതാണ് സ്ട്രൈപ്ഡ് ടൈഗർ എന്ന് പറയുന്നത്. ഒരു വരയൻ, ആ ഒരു വര ഉള്ളത് കൊണ്ടാണ്, ടൈഗറിന്റെ ദേഹത്തുള്ള വര ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ബട്ടർഫ്ലൈക്ക് ആ ഒരു പേര്. നമ്മൾ എപ്പോഴും കാണുന്ന ബട്ടർഫ്ലൈ തന്നെയാണ് അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള ഒരു ബട്ടർഫ്ലൈ തന്നെയാണ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. വിച്ച് ഇസ് ദ വേൾഡ് 4th ലാർജസ്റ്റ് എക്കണോമി. സാമ്പത്തിക വ്യവസ്ഥയിൽ 4ാമത്തെ, ലോകത്തിൽ 4ാമത്തെ പൊസിഷനിൽ എത്തിയിട്ടുള്ള രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഇന്ത്യ തന്നെയാണ്. അഭിമാനത്തോടെ പറയാം, ഇന്ത്യ become the 4th largest economy in the world കേട്ടോ. Okay, അപ്പൊ according to the calculations in the Indian government end of year economic review released in late December 2025, India is now the world 4th largest economy. ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, സെക്കൻഡ് വൺ ചൈനയാണ്, തേർഡ് ജർമ്മനി ആണ്. ഓക്കെ, അപ്പൊ ജർമ്മനിയും in economic size. Okay, ജപ്പാനെ മറികടന്നിട്ടാണ് ഇന്ത്യ become the 4th largest economy ആയിട്ട് മാറിയിട്ടുള്ളത് കേട്ടോ. അടുത്തത് 5ാമത്തെ ചോദ്യം. Which film has been selected as India's official entry to 2026 Academy Award? അപ്പോ 2026 Academy Award എന്ന് പറയുന്നത് ഏതാണ്? പറയാം, എന്താണ്? ഏത് ഫിലിമാണ്? ഹോം ബൗണ്ട് ആണ് കേട്ടോ. ഒഫീഷ്യൽ ഓസ്കാർ 2026 അക്കാദമി അവാർഡ് എന്ന് പറയുന്നത് ഓസ്കാർ 2026 കുറിച്ചിട്ടാണ് പറയുന്നത്. ഹോം ബൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഫിലിം in the official entry നേടിയിരിക്കുകയാണ് ഓസ്കാറിന്. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒരു ഹിന്ദി ഫിലിമാണ് ഹോം ബൗണ്ട് എന്ന് പറയുന്നത്. ഡയറക്ട് ചെയ്തിരിക്കുന്നത് നീരജ് ഗൈവാൻ ആണ്. ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദ ഇന്ത്യാസ് ഒഫീഷ്യൽ എൻട്രി ഫോർ 2026 അക്കാദമി അവാർഡ് 90. അതായത് എത്രാമത്തെ 2026 എത്രാമത്തെ അവാർഡാണ്, ഓസ്കാറാണ് നടക്കാൻ പോകുന്നത്? 98ാമത്തെ അല്ലെ. എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ഇപ്പൊ കഴിഞ്ഞത്? 77. മറന്നു പോരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ സെലക്ഷൻ. ദ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചൂസ് ദ ഫിലിം ഓൺ September 19, 2025 ഫ്രം 24 കണ്ടന്റിംഗ് ഇന്ത്യൻ ടൈറ്റിൽസ്. ഇതെന്ന് പറയുന്നത് ഡിസംബർ 2025 ഫിലിം വാസ് സക്സസ്ഫുള്ളി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് 15 ഇന്റർനാഷണൽ ഫിലിംസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹോം ബൗണ്ട്. ഈ ഡീറ്റെയിൽസ് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. വിച്ച് ഫിലിം ഹാസ് ബീൻ സെലക്ടഡ് ആസ് ഒഫീഷ്യൽ എൻട്രി ടു 2026 അക്കാദമി അവാർഡ് ഹോം ബൗണ്ട് എന്നുകൊണ്ട് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. എന്നാൽ നമ്മൾ ഈ എക്സ്പ്ലനേഷൻ തരുന്നത് നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ഹിന്ദി ഫിലിമാണ് ഹോം ബൗണ്ട്. ഡയറക്ട് ചെയ്തിരിക്കുന്ന നീരജ് ഗൈവാൻ ആണ്. 2026 അക്കാദമി അവാർഡിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് 98ാം ഓസ്കാർ അവാർഡാണ്. കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ആ പേര് നിങ്ങൾ മറന്നു പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയാവുന്നത് കേട്ടോ. ഇനി ഇതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ്. ഇപ്പോഴത്തെ പടങ്ങളെല്ലാം അങ്ങനെയാണ് അല്ലെ. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ്. അതുപോലെ തന്നെ 2 ഫ്രണ്ട്സിന്റെ കഥയാണ് പറയുന്നത്. 2 ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഫ്രം എ നോർത്ത് ഇന്ത്യൻ വില്ലേജ് ഹൂസ് ഡ്രീംസ് ഓഫ് ജോയിൻ പോലീസ് ഫോഴ്സിൽ, അതായത് പോലീസിൽ ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ വില്ലേജ് ഫ്രണ്ട്സിന്റെ 2 ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിന്റെ കഥയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഹോം ബൗണ്ട്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് റാങ്കിങ് ഓഫ് ഇന്ത്യ ഇൻ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025 റാങ്കിങ്. അപ്പൊ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. റാങ്ക് എത്രയാണ്? 38 ആണ് അല്ലെ. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫസ്റ്റ് സ്വിറ്റ്സർലൻഡ് ആണ്, സെക്കൻഡ് സ്വീഡൻ, തേർഡ് USA ആൻഡ് 38 റാങ്ക് ആണ് നമ്മുടെ ഇന്ത്യക്ക് ഉള്ളത്. സോ കീ ഹൈലൈറ്റ്സ് ഫോർ ഇന്ത്യ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് GII 2025 എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, അപ്പോ എന്താണ് പറയുന്നത്? കീ ഹൈലൈറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻ GII 2025 എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ഓവറോൾ റാങ്ക് എന്ന് പറയുന്നത് 38 ആണ് അല്ലെ. ഓവറോൾ റാങ്ക് എന്ന് പറയുന്നത് 38 ആണ്. പിന്നെ
regional strength, first in Central and Southern Asia. Income group 1 among the lower middle income economies. Sustainable performance has been innovation over performer, excels in knowledge and technology, output rank 22. So നമുക്കറിയേണ്ട കാര്യം എന്താണ്? GII അഥവാ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 2025 ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ് എന്നുള്ളതാണ്. അത് 38 ആണ്. ക്ലിയർ. അടുത്തത്, where was India's first gene set പോസ്റ്റ് ഓഫീസ് എക്സ്റ്റൻഷൻ കൗണ്ടർ സ്റ്റാർട്ടഡ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജീൻ സെറ്റ് പോസ്റ്റ് ഓഫീസ് എക്സ്റ്റൻഷൻ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ് എന്നുള്ളതാണ്. അത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്? കോട്ടയം CMS കോളേജിലാണ് തുടങ്ങിയിട്ടുള്ളത് ഇന്ത്യസ് ഫസ്റ്റ് ജീൻ സെറ്റ് പോസ്റ്റ് ഓഫീസ് എക്സ്റ്റൻഷൻ കൗണ്ടർ. അപ്പൊ അതിലൊരു ഓത്ത് ഉണ്ട്. അതിന്റെ ഓത്ത് എന്ന് പറയുന്നത് എന്താണ്? ഓഫ് ദ സ്റ്റുഡൻസ്, ബൈ ദ സ്റ്റുഡൻസ്, ഫോർ ദ സ്റ്റുഡൻസ്. അപ്പോൾ ഓഫ് ദ സ്റ്റുഡൻസ്, ബൈ ദ സ്റ്റുഡൻസ് ആൻഡ് ഫോർ ദ സ്റ്റുഡൻസ് അല്ലെ. അപ്പോൾ ഇതാണ് പോസ്റ്റ് ഓഫീസ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൗണ്ടർ. Okay. Which state has become the first in the country to achieve 100% digitization of the voter list? അപ്പോൾ 100% digitization ഇന്ത്യയിലെ ഏത് കൺട്രിയാണ്, ഏതാണ് ആദ്യത്തെ രാജ്യം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? The right answer is Rajasthan. Rajasthan becomes first Indian state to fully digitize voter rolls under SIR. Okay, Rajasthan. Okay. അടുത്തത്, which festival marked the sun transition into Capricorn and is celebrated in January? ജനുവരിയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉത്സവം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആഘോഷിക്കുന്നില്ലെങ്കിൽ കൂടി ബാക്കിയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ്. ആ ഒരു ഉത്സവം ഏതാണ് എന്നുള്ളതാണ്. ഇത് സണ്ണിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മകർ സംക്രാന്തി, അതായത് മകരത്തിലോട്ട് കയറുക എന്നുള്ളതാണ് അല്ലെ. So Magar Sankranti, festival name Magar Sankranti, type harvest festival ആണ്. മാസം ജനുവരി ആണ്. ജനുവരി 14 ആവാം അല്ലെങ്കിൽ 15 ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് മകർ സംക്രാന്തി പറഞ്ഞാൽ ചിലർക്ക് അറിയുന്നുണ്ടാവില്ല, അതുകൊണ്ടോ. എന്താണ് അതിന്റെ ആസ്ട്രോണമിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൺ എൻറ്റേഴ്സ് ദ സോഡിയാക് സൈൻ കാപ്രിക്കോൺ, ദാറ്റ് ഈസ് മകരം. മകരത്തിലോട്ട് സൺ, നമ്മളിപ്പോ മകരം 1 എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിന്റെ തലേദിവസമായിരിക്കും മകര സംക്രാന്തി നമ്മൾ ആഘോഷിക്കുക. മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഉത്തരായൻ, നോർത്ത് ജേർണി ഓഫ് ദ സൺ. ഇത് ചില സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിൽ പൊങ്കൽ എന്നാണ് പറയുന്നത്, ഗുജറാത്തിൽ ഉത്തരായൻ എന്നാണ് പറയുന്നത്, പഞ്ചാബില് ഇത് നമ്മൾ ഇന്നാണ് ആഘോഷിക്കുകയെങ്കിൽ തലേദിവസമായിരിക്കും പഞ്ചാബിൽ ആഘോഷിക്കുന്നത്, ലോഹിരി. ആൻഡ് മാഘ് ബിഹു, ബൊഹാലി ബിഹു എന്ന് ആസാമിലുണ്ട്. സംക്രാന്തി എന്ന് തന്നെയാണ് നമ്മൾ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കർണാടകയിലും പറയുന്നത്. കിച്ഡി പർവ് എന്നാണ് ഉത്തർപ്രദേശിലും ബീഹാറിലും പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവുക, പൊങ്കൽ നമ്മൾ എല്ലാവരും കേട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ പൊങ്കൽ ആണ് ഇത് മകർ സംക്രാന്തിയുടെ റീജിയണൽ നെയിം എന്ന് പറയുന്നത് പൊങ്കലാണ്. ഓക്കെ. അടുത്തത് 9ാമത്തെ ചോദ്യം, the 2026 ICC Men's T20 World Cup is co-hosted by which countries? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് അല്ലെ. 2026 ICC Men's T20 World Cup is co-hosted by which countries? ഇതിന്റെ ഫ്ലാഗ് ഇന്ത്യ ഉണ്ട് അല്ലെ. ഏതാണത്? ശ്രീലങ്കയാണ് കേട്ടോ. The 2026 edition of ICC Men's T20 World Cup marks the return of the tournament to the subcontinent, co-hosted by India and Sri Lanka, two nations with a rich cricketing history and past World Cup success. So, അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, in January 2026 which Indian state inaugurated its first drone school? ഏത് സ്റ്റേറ്റ് ആണ്? അതും നാഗാലാൻഡ് ആണ്. നാഗാലാൻഡിനെ കുറിച്ച് ഒരു കാര്യം കൊണ്ട് പറഞ്ഞായിരുന്നു, പുതിയൊരു സ്പീഷ്യസ് ഹോയ നാഗ്നേസിസ് കണ്ടുപിടിച്ചത് നാഗാലാൻഡിലാണെന്ന് പറഞ്ഞു നമ്മള്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡ്രോൺ സ്കൂൾ വന്നിരിക്കുന്നത് അത് ജനുവരി 26-നാണ് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടത്. ഇനാഗുറേറ്റ് ചെയ്ത അവിടുത്തെ ചീഫ് മിനിസ്റ്റർ, നാഗാലാൻഡ് ചീഫ് മിനിസ്റ്റർ നെയ്ഫ്യൂ റിയോ ആണ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രോൺ സെന്റർ ഓഫ് എക്സലൻസ് സ്കൂൾ ആൻഡ് ഡ്രോൺ സെന്റർ ഓഫ് എക്സലൻസ് ആണ് സ്കൂളിന്റെ പേര് അല്ലെ. നാഗാലാൻഡ് ഗെറ്റ്സ് ഫസ്റ്റ് ഡ്രോൺ സ്കൂൾ ഓൺ 26 January 2026 at the Nagaland JS and Remote Sensing Center, Kohima, as part of the 77th Republic Day celebrations. അപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റ് inaugurated its first drone school in January 26. Which Indian state? ഏതിലാണ് മക്കളെ? നാഗാലാൻഡിലാണ് കേട്ടോ. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.